ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. സുഖമായിരിക്കുന്നോ? ഡിസംബർ 25 എവിടെ നോക്കിയാലും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും സന്തോഷവും അലയടിക്കുന്നുവല്ലോ. ക്രിസ്മസ് ട്രീകളും ക്രിസ്മസ് സ്റ്റാഴ്സും സാന്റാക്ലോസും അതുപോലെ ഒരുപാട് വർണ്ണക്കടലാസുകളും എല്ലാം കൊണ്ടുവന്നിട്ട് വീടുകൾ ഭംഗിയായി അലങ്കരിച്ച് വളരെ ഉല്ലാസഭരിതമാക്കുന്നുവല്ലോ. എന്നാൽ യഥാർത്ഥമായ ക്രിസ്മസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? മഹോന്നതനായ സർവശക്തനായ ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു മനുഷ്യനായി, ഒരു ശിശുവായി ജനിച്ചതിൻ്റെ ഓർമ്മയെ പുതുക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ്. യേശുക്രിസ്തു ഡിസംബർ 25 തന്നെയാണ് ജനിച്ചത് എന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ ഈ ലോകത്തിൽ വന്ന് ജനിച്ചു എന്നുള്ളത് മാത്രം സത്യമാണ്. അവൻ്റെ ജനനത്തെ ഒരു ഉത്സവമായി ആഘോഷിക്കുന്നതിനേക്കാൾ എനിക്കുവേണ്ടി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നുവെന്നും എൻ്റെ പാപപരിഹാർത്ഥമായിട്ട് അവൻ കാൽവറിയിൽ മരിച്ചുവെന്നും എന്നെ വിടുവിക്കുന്നതിനു വേണ്ടി അവൻ മരണത്തെ ജയിച്ചെഴുന്നേറ്റു, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ അവൻ വീണ്ടും വരുമെന്നതും ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാം ചിന്തിക്കുകയാണെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ ക്രിസ്മസിനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. 3-ാമത്തെ നൂറ്റാണ്ടിലായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ഏതെങ്കിലും ഒരു ഡേറ്റ് തീരുമാനിച്ച് നമുക്ക് ആഘോഷിക്കണമെന്നും അതിനനുസരിച്ച് ഡിസംബർ 25 തിരഞ്ഞെടുത്തു. അപ്പോൾ വരെ അതൊരു പ്രശസ്തമായ ഉത്സവത്തിൻ്റെ ആഘോഷമായിരുന്നു. അങ്ങനെ ആ ആഘോഷത്തെ ക്രിസ്തുമസാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു. ശരി, യേശുക്രിസ്തു വാസ്തവമായി എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അവൻ്റെ ജനനത്തെ ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതനുസരിച്ചാണ് ഡിസംബർ 25 ക്രിസ്തുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്നത്. എന്നാൽ 18-ാം നൂറ്റാണ്ടിൽ ആയിരുന്നു ക്രിസ്മസ് കാർഡ്സ്, ക്രിസ്മസ് ട്രീസ് എന്നുള്ളതായ ആഘോഷങ്ങൾ എല്ലാം പ്രാരംഭിക്കുവാൻ ഇടയായത്. അത് ആദ്യമായിട്ട് തുടങ്ങിവെച്ചത് ജർമ്മനിയിലും ഇംഗ്ലണ്ടിലുമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഓർക്കുന്നതിനു വേണ്ടി നമുക്ക് വേണ്ടി പിതാവ് തൻ്റെ പുത്രനെ ദാനമായി നൽകിയതുപോലെ തന്നെ നാമും മറ്റുള്ളവർക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നത് വളരെ സാധാരണമായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രാപിച്ചതായ നാം മറ്റുള്ളവർക്കും ആ സ്നേഹം പകർന്നു കൊടുക്കുന്നത് പ്രധാനമാണ്. അതിനുവേണ്ടിയായിരുന്നു ആ കാലത്ത് ഗ്രീറ്റിംഗ് കാർഡ്സ് കൊടുക്കുവാൻ ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ SMS കൂടിയും വാട്സപ്പിൽ കൂടിയും ഒക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഗ്രീറ്റിംഗ്സ് അനേകർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് ഇടയാകുന്നു. അതുപോലെ ക്രിസ്മസിൽ മറ്റൊരു പ്രധാന വ്യക്തിയാണ് സാന്റാക്ലോസ്. ഈ സാന്റാക്ലോസ് ആരാണെന്ന് യഥാർത്ഥമായിട്ടും നിങ്ങൾക്ക് അറിയാമോ? സെന്റ് നിക്കോളാസ് എന്ന ഒരു ഭക്തൻ കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെട്ട്, പാവപ്പെട്ടവരെ ഇഷ്ടപ്പെട്ട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈ സീസണിൽ അനേകർക്ക് ഒരുപാട് സമ്മാനങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് ഒരു സോക്സിൽ എഴുതി അതൊരു വടിയിൽ കെട്ടിവെക്കുകയാണെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങൾക്കത് തീർച്ചയായും ലഭിക്കുമെന്നവരെ പഠിപ്പിക്കുക പതിവായിരുന്നു. അവർ അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ട ആ ഗിഫ്റ്റ് ഈ സോക്സിനുള്ളിൽ നിക്കോളാസ് കൊണ്ടുവച്ച് അത് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് അവരെ വിശ്വസിപ്പിക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ദൈവം ഞങ്ങൾ ചോദിച്ചതെല്ലാം ഞങ്ങൾക്ക് നൽകുന്നു എന്ന വിശ്വാസത്തോടെ, വളരെ ആനന്ദത്തോടുകൂടി അത് സെന്റ് നിക്കോളാസിൽ കൂടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നും മനസ്സിലാക്കി ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നു. ആ സെന്റ് നിക്കോളാസിൻ്റെ പേര് സെന്റാക്ലോസ് എന്ന് വിളിച്ച് പിന്നീട് സാന്താക്ലോസ് എന്ന് ആക്കിയിരുന്നു. ആ ക്രിസ്മസ് അപ്പൂപ്പൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും സമ്മാനം കൊടുക്കുന്നതിൻ്റെ ഒരു അടയാളമായി ഇരിക്കുകയാണ്. എന്നാൽ ഈ കാലത്ത് എല്ലാം വ്യാപാരത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതായിട്ടും അതുപോലെ ക്രിസ്മസിനെ ഒരു ആഘോഷം വ്യാപാരത്തിൻ്റെ ആഘോഷമാക്കി മാറ്റുന്നതും നമുക്കിന്ന് സാധാരണമായി കാണുന്ന കാര്യമാണ്. എന്നാൽ ആദ്യത്തെ ക്രിസ്മസുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് ഒരു വിധത്തിലുള്ള ആഡംബരവും ഇല്ലാത്തതായ ക്രിസ്തുവിൻ്റെ ജനനമായിരുന്നു. അവൻ ജനിച്ച സമയത്ത് ഒരു തരത്തിലുള്ള ആഡംബരവും ഇല്ലായിരുന്നു. എന്നാൽ സ്വർഗീയ ദൂതന്മാർ വന്ന് പാട്ട് പാടിയിരുന്നു. ആട്ടിടയന്മാർ വന്ന് ഒരുപാട് സന്തോഷിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുവാനിടയായി. അതുപോലെ ജ്ഞാനികൾ എല്ലാം കടന്നു വന്നിട്ട് ലോകരക്ഷകനായി പിറന്ന യേശുവിനെ കണ്ടിട്ട് അവനെ നമസ്കരിച്ച് സന്തോഷിക്കാനിടയായി. അതുകൊണ്ട് ആദ്യത്തെ ക്രിസ്മസിൽ പാട്ടുപാടുകയും ആരാധിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ കാലത്തും അങ്ങനെയുള്ളതായ സന്തോഷകരമായ ആത്മീയ വർധനയ്ക്ക് കാരണമായ ക്രിസ്മസിനെ നമുക്കെല്ലാവർക്കും ആഘോഷിക്കുവാൻ ഇടയാകട്ടെ. We wish you a Merry Christmas. We wish
Christmas, we wish you a